കായംകുളം ഐക്യ ജംഗ്ഷനിൽ മണ്ഡലം UDF കമ്മിറ്റികൾ ചേർന്ന് KC വേണുഗോപാൽ MPക്ക് സ്വീകരണം നൽകി. DCC പ്രസിഡന്റ് B ബാബു പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കായംകുളം ഐക്യ ജംഗ്ഷനിൽ മണ്ഡലം UDF കമ്മിറ്റികൾ ചേർന്ന് KC വേണുഗോപാൽ MPക്ക് സ്വീകരണം നൽകി. അപ്പോൾ ദേശീയ രാഷ്ട്രീയ രംഗത്ത് അങ്ങനെ വലിയ മാറ്റങ്ങൾ ഉണ്ടായപ്പോൾ കേരളത്തിൽ ഇത് ചെലവാക്കാൻ വേണ്ടിയിട്ടുള്ള വ്യാപകമായ പ്രചരണങ്ങൾ എല്ലായിടത്തും എല്ലാ വിഭാഗങ്ങളിലും ഭീഷണി പ്രസംഗം, പാവപ്പെട്ടവർക്കൊന്നും അറിയാത്തവരിടത്ത് വേണ്ടാത്ത സന്ദേശങ്ങൾ, ഒട്ടും സത്യമല്ലാത്ത കാര്യങ്ങൾ, എന്തെല്ലാം ചിത്രങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ കുറിച്ച് എന്തെല്ലാം പറയുന്നത്, കോൺഗ്രസിനെ കുറിച്ച് എന്തെല്ലാം പറയുന്നത്. എന്റെ പാർലമെന്റിലെ പ്രസംഗം പോലും വളച്ചൊടിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ എന്തെല്ലാം ആടാക്കുന്നത്. ചിലപ്പോൾ ഫോണിൽ ചില കോള് വരും ചില സുഹൃത്തുക്കൾ. നമ്മൾ മിക്കവാറും ഫോൺ എടുക്കുന്നുണ്ട്, പിന്നെ ഫോൺ എടുത്താൽ തെറിയാണ് അപ്പുറത്തെ ഭാഗത്തുനിന്ന് പാർലമെന്റ് പ്രസംഗിച്ചതിന്. ഇവർക്ക് മനസ്സിലായിട്ടില്ല നമ്മൾ ആരാണെന്നുള്ളത്. നിലപാടുകൾക്ക് മുമ്പിൽ ഭീഷണിയോ അതുപോലെ എന്തെങ്കിലും വിരട്ടിലോ കൊണ്ട് മാറ്റാൻ കഴിയുന്നവരെല്ലാം അവർക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്നേഹമാണ് നമ്മുടെ ആയുധം, വിദ്വേഷമല്ല. വിദ്വേഷത്തിനെതിരായിട്ടുള്ള സ്നേഹമാണ് നമ്മുടെ ആയുധം. ആ ആയുധവുമായി ജീവനുള്ള കാലത്തോളം മുന്നോട്ട് പോകാനാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. ആ കോൺഗ്രസിലാണ് ഞാൻ അഭിമാനം കൊള്ളുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ്. കേരളത്തിൽ ഇത്തരം വർഗീയ പ്രചരണങ്ങൾ, കായംകുളത്ത് ഇത്തരം വർഗീയ പ്രചരണങ്ങൾ ഉണ്ടായില്ലേ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ കാലത്ത്? അതിനൊന്നും കുറച്ച് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് സങ്കടം തോന്നുന്ന കാര്യം, അവര് അതിനുവേണ്ടി ജനിച്ചവരാണ്, വർഗീയ പ്രചരണം നടത്താൻ മാത്രം ജനിച്ചവരാണ് അവർ. അവർക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, ചെറുപ്പക്കാർക്ക് ജോലി കിട്ടാൻ ഒരു കാര്യവും ചെയ്യാറില്ല, നാട്ടിലെ പട്ടിണി മാറ്റാൻ ഒരു കാര്യവും ചെയ്യാറില്ല, വിലക്കയറ്റം തടയാൻ ഒരു നടപടിയും എടുക്കാറില്ല, ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങൾ അകറ്റാൻ ഒരു നടപടി എടുക്കാറില്ല. അവർക്ക് ആകെ ഒറ്റ ആക്ഷനേ ഉള്ളൂ, അത് ജനങ്ങളെ ഭിന്നിപ്പിക്കുക, ജാതിയും മതവും പറഞ്ഞ് തമ്മിലടിപ്പിക്കാനുള്ള കള്ള പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെ അഴിച്ചുവിട്ട് ജനങ്ങളെ വിഭാഗീയമാക്കി മാറ്റുക. അതവരുടെ ശൈലിയാണ്. ആ ശൈലിയൊന്നും എല്ലാ കാലത്തും ജനം വിശ്വസിക്കുക. ജനം നേരിട്ട് ഇപ്പം എല്ലാം മനസ്സിലാക്കുന്നവരാണ്. പക്ഷെ എനിക്ക് സങ്കടം അവിടെയല്ല. ഈ അടുത്ത കാലത്ത് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഒരിക്കലും അവരോട് സന്ധി ചെയ്യാൻ പാടില്ലാത്ത കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അവരുമായി സന്ധി ചെയ്ത് തൃശൂർ പാർലമെന്റ് സീറ്റ് അടക്കം ഒരു സീറ്റ് കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കാനും സുഖിപ്പിക്കാനും തങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഈ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കമ്മ്യൂണിസത്തെ വിറ്റഴിക്കാനും തീരുമാനിക്കുന്ന സങ്കടകരമായ കഥകളാണ് ഇന്ന് ഈ നാട്ടിൽ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേരളം വളരെ ഗൗരവത്തോടെ കാണേണ്ട കാര്യമല്ലേ ഇത്? അത് കേവലം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാറേറിയലോ ആരോപണങ്ങളോ ആയിട്ടുള്ള മറ്റു കാര്യങ്ങളെ കുറിച്ചൊന്നുമില്ല ഞാൻ പറയാൻ. ഗൗരവപരമായ രാഷ്ട്രീയം. കേരള സർക്കാരിന്റെ ഏറ്റവും വിശ്വസ്തനായ ഓഫീസർ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ബാബു പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. UDF ചെയർമാൻ A ഇർഷാദ് അധ്യക്ഷനായി. KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KP ശ്രീകുമാർ, സെക്രട്ടറിമാരായ E സമീർ, N രവി, കറ്റാനം ഷാജി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ T സൈൻലാബ്ദീൻ, ചെറുപ്പുറത്ത് മുരളി, UDF നേതാക്കളായ A നിസാർ, AM കബീർ, AJ ഷാജഹാൻ, AP ഷാജഹാൻ, ഷുക്കൂർ വഴിച്ചേരിൽ, നവാസ് മുണ്ടകത്തിൽ, വള്ളിയിൽ റസാഖ് എന്നിവർ സംസാരിച്ചു. CDN ന്യൂസ് കായംകുളം.